ഹായ്, ഞാൻ പ്രസീത. ഫ്രീ ടൈം വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ 2 ദിവസത്തെ വർക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൃത്യസമയത്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. 2 ടോപ്പ്, 2 പെൻസിൽ ബോട്ടം, പിന്നെ ഒരു കുട്ടി ചുരിദാർ ടോപ്പ് ആൻഡ് കുറച്ച് ഓൾട്രേഷൻ വർക്കും. ഇതാണ് 2 ദിവസത്തെ വർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കട്ടിംഗ് എല്ലാം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ നെക്ക് പാറ്റേൺസ് ആണ് റെഡിയാക്കുന്നത്. അതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്ക് ഡിസൈൻ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ കസ്റ്റമർ പാറ്റേൺ നമുക്ക് തരും, മറ്റു ചിലർ നമ്മളോട് തന്നെ സെലക്ട് ചെയ്യാൻ പറയും. അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം നമുക്ക് മുന്നേ ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും വെറൈറ്റീസ് അവരുടെ പാറ്റേണിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, കുറച്ച് ടെൻഷനുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു ബ്ലാക്ക് ചുരിദാറിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ ആയിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു നെക്ക് ഡിസൈനും കൂടിയാണത്. ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിഫിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്യാറില്ല, കാരണം നെക്കിൻ്റെ വിഡ്ത്ത് തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ടോപ്പിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഒരു സൈഡ് റൗണ്ടും ഒരു സൈഡ് സ്കാലപ്പും, താഴേക്ക് കർവ്ഡ് ആയിട്ടുള്ളൊരു ലൈനും ബോൾസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴത്തേക്ക് ആ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു, അയൺ ചെയ്തു, അതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു. ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ ഫസ്റ്റ് വൺ കട്ടിങ് ചെയ്യുക. എത്ര എണ്ണം ഉണ്ടോ അത്രയും നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പകുതി ജോലി അവിടെ തീർന്നു എന്നുള്ളതാണ്. സെക്കൻഡ് നെക്ക് പാറ്റേൺ മേക്കിംഗ് ആൻഡ് അയണിങ് ആണ്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നെക്ക് പാറ്റേൺ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ തേർഡ് വൺ ത്രെഡ് നമ്മൾ സെലക്ട് ചെയ്ത് ബോവിൽ സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫോർത്ത് വൺ സ്റ്റിച്ചിങ് ആണ്. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, കാരണം വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തയ്ച്ച് വേഗം തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ആ ഒരു കൃത്യത നമ്മുടെ വർക്കിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റീവ് ആവാനായിട്ട് സാധിക്കും. ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഒരു നെക്ക് പാറ്റേൺ. ഇത് നല്ല രസമുള്ളതാണ്. ഇപ്പോൾ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഷെയ്ഡ് കുറച്ച് ഡള്ളായിട്ട് കാണുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, കാരണം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാറ്റേൺസ് ചെയ്ത് കാണിക്കണം, നിങ്ങൾക്ക് അറിയില്ല, അതൊന്ന് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു പിക്കോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു.